ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്തിനാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് കാര്യമായിട്ട് വരുന്നത് എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ? ഞാനും ഫുഡ് കഴിച്ച് സെറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇപ്പൊ നിങ്ങളെ ഉപദ്രവിക്കാനേ അല്ല ഞാൻ വന്നത്, നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് വന്നത്. ആക്ച്വലി നമ്മളിങ്ങനെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി സിസ്റ്റത്തിനെ ഇങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് എൻജോയ്. അത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടാണ്. നമ്മുടെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി, എന്താ ചെയ്യുക അല്ലെ? പക്ഷേ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓരോ ടോപ്പിക്സ് നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതാണ് എൻ്റെ വാക്കെന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത് വരാൻ പോകുന്ന ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഓണാവധിയൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറങ്ങുന്നതിന് ശേഷം മാത്രം നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മതി, ഒരു പ്രശ്നമില്ല. നമുക്ക് പക്ഷെ ഒരു മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഈ വരുന്ന ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, ഇത്രയും നേരത്തെ അത് ഇപ്പോഴൊക്കെ നമ്മൾ പഠിക്കണോ, ഇത്രയൊക്കെ നമ്മൾ പഠിക്കണോ, കിട്ടിയത് വെച്ചിരുന്നാൽ പോരെ എന്നൊക്കെ ഒരു തോട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അത് സ്വാഭാവികമാണ് കേട്ടോ. കാരണം നമുക്കിപ്പോ ആരെങ്കിലും നിങ്ങളോട് പറയാണ് ജിമ്മിലൊക്കെ പോയി നല്ല അടിപൊളിയായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേരൊക്കെ ഫസ്റ്റ് ഇതൊക്കെ കെട്ടിയിട്ട് നമ്മൾ ജിമ്മിലൊക്കെ പോകും അല്ലെ? പക്ഷെ 1 വീക്ക് കഴിയുമ്പോൾ നമുക്ക് കാണാം കുറെ പേര് ഇങ്ങനെ കൊഴിയുന്നതായിട്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള ബോഡി ബിൽഡേഴ്സ് ആയിട്ട് വരും, അല്ലെങ്കിൽ നല്ല അടിപൊളി ബോഡി ആയിട്ട് മാറുന്ന ആൾക്കാരുണ്ടാവും അല്ലെ? അതങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും ഡോക്ടേഴ്സ് നമ്മളോട് പറയാറുണ്ട്, ഒരു എക്സസൈസ് ഒക്കെ നമ്മൾ എന്തായാലും എല്ലാവരും ചെയ്യണം. അത് ജിമ്മിൽ പോകുന്നവർ മാത്രമല്ല, എല്ലാവർക്കും എക്സസൈസ് നീഡഡ് ആണെന്ന് പറയും അല്ലെ? കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ മിനിമം ഒരു ആരോഗ്യം വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ചിലർക്ക് നല്ലോണം പഠിക്കാൻ പറ്റിയെന്ന് വരണമെന്നില്ല, ചിലർക്ക് പഠിത്തം അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ചില കുട്ടികൾക്ക് പഠിത്തം ഭയങ്കര ഇഷ്ടമായിരിക്കാം, എഡ്യൂക്കേഷൻ നോളേജ് ഗെയിൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലൊരു ബ്രെയിനിന്റെ വർക്കൗട്ടാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എല്ലാവർക്കും എക്സൽ ആകാൻ പറ്റണമെന്നില്ല. പക്ഷെ ഒരു മിനിമം നോളജ് നമുക്ക് വേണ്ടേ, ഒരു മിനിമം മാർക്സ് നമുക്ക് വേണ്ടേ? യെസ്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടുന്നത്. പഠിക്കാൻ പറ്റുന്നവരെല്ലാം കൂടെ തന്നെ പിടിച്ചോ, നമുക്ക് അടിപൊളിയായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിൽ നമുക്ക് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ഒരു കിഡിലം സ്റ്റഡി പ്ലാൻ 1 മന്ത് കൊണ്ട് എങ്ങനെ നമ്മുടെ ഫുൾ സിലബസ് നമുക്ക് കവർ ചെയ്യാം എന്നതാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂടുതൽ എന്താ പറയുക, സമയമൊന്നും കളയുന്നില്ല, നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ എല്ലാവരും റെഡി ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ പോകുന്നത് കെമിസ്ട്രിയിലെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് ആദ്യം 1-ാം തീയതി തൊട്ട്, സ്കൂൾ തുറന്നതിന് ശേഷം നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മതി. ഓക്കെ. സോ 1-ാം തീയതി തൊട്ട്, സെപ്റ്റംബർ 1-ാം തീയതി നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോകുന്ന സം ബേസിക് കോൺസെപ്റ്റ് ആണ്. അത് ഫുൾ ചാപ്റ്ററും പഠിച്ച് തീർക്കണ്ട, കാരണം നിങ്ങൾക്ക് സ്കൂൾ കൂടി പഠിക്കാനില്ലേ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് സ്റ്റഡി പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ 1-ാം തീയതി നമ്മൾ പഠിക്കുന്നത് വെറും ബേസിക് കോൺസെപ്റ്റ്, ഹാഫ് ഓഫ് ദി പോർഷൻ. സെക്കൻഡ് ഡേ അഗെയിൻ ബാക്കി ഹാഫ് ഓഫ് ദി പോർഷൻ. നെക്സ്റ്റ് ഡേ നമ്മൾ ബേസിക് കോൺസെപ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി വർക്ക്ഔട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 4-ാം തീയതി സ്ട്രക്ചർ ഓഫ് ആറ്റം, ഇച്ചിരി വലിയ ചാപ്റ്റർ ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 ദിവസം കൊണ്ട് ആ ചാപ്റ്റർ കവർ ചെയ്യാം. അതിൽ 4-ാമത്തെ ദിവസം നമ്മൾ അതിന്റെ PYQ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Then chemical bonding, another big chapter. Okay, so അതിന് നമ്മൾ 5 പാർട്ട് കൊടുത്തിട്ടുണ്ട്. 4 പാർട്സ് കൊടുത്തിട്ടുണ്ട്. ഈ 4 പാർട്ടും പക്ഷെ നമ്മൾ പഠിക്കുന്നത് കംപ്ലീറ്റ്ലി എന്റെ തിയറി ആയിരിക്കും. അതിനുശേഷം സെക്കൻഡ് സാറ്റർഡേ നമ്മൾ വരുന്ന ദിവസം നമുക്ക് സമയമുണ്ടല്ലോ. അപ്പൊ ആ സെക്കൻഡ് സാറ്റർഡേ സ്കൂൾ അവധിയാണ്. ആ ദിവസം നമുക്ക് ഇരുന്നിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച 3 ചാപ്റ്റേഴ്സിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ 3 ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഹോളിഡേ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഹോളിഡേ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് അതിന്റെ ക്വസ്റ്റ്യൻസും റിവിഷനും ഒക്കെ ചെയ്ത് ആ 3 ചാപ്റ്റേഴ്സും സെറ്റ് ആക്കാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ഡേ, അതായത് 13-ാം തീയതി 13th നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് പഠിക്കാം. ആക്ച്വലി 3rd ചാപ്റ്റർ ആണ്, പക്ഷെ നമ്മൾ ദിവസം കണക്കാക്കി നമ്മൾ അപ്പുറത്തോട്ട് ഇട്ടു എന്ന് മാത്രം. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ചെറിയ ചാപ്റ്റർ ആണ്. അപ്പൊ അത് 2 പാർട്ടായിട്ട് പഠിക്കാം. ആദ്യത്തെ പാർട്ടിൽ നിങ്ങൾ നമ്മുടെ പീരിയോഡിക് ടേബിളും കാര്യങ്ങളും പഠിക്കാം. സെക്കൻഡ് പാർട്ടിൽ പ്രോപ്പർട്ടീസ് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്ന ദിവസം നമുക്ക് തെർമോഡൈനാമിക്സ്, അതും 2 പാർട്ടായിട്ട് പഠിക്കുക. ഇക്വിലിബ്രിയവും 3 പാർട്ടായിട്ട് പഠിക്കുക. ഇക്വിലിബ്രിയത്തിൽ അധികം ടോപ്പിക്സ് ഉണ്ടല്ലോ, അപ്പൊ അത് 3 പാർട്ടായിട്ട് പഠിക്കാം. ദെൻ അടുത്ത് വരുന്ന സൺഡേ ആണ്. സോ സൺഡേ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ പഠിച്ച 3 ചാപ്റ്റേഴ്സ് ഇല്ലേ, ആ 3 ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യാം, അതിന്റെ PYQs ചെയ്യാം, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഈസ് സൺഡേ. അപ്പൊ സൺഡേ നമുക്ക് ഒത്തിരി സമയം കിട്ടുമല്ലോ, അപ്പൊ അതിനു വേണ്ടി നമുക്ക് ആ ദിവസം ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയി, നിങ്ങൾ അറിഞ്ഞോ ഇത് വല്ലതും, അതുകൊണ്ട് ആ ഫുൾ ടെക്സ്റ്റ് നമുക്ക് റിവൈസ് ചെയ്യാം. കാരണം 21st ഈസ് ഓൾസോ എ ഹോളിഡേ. അപ്പൊ നമുക്ക് ആ ദിവസം ഫുൾ റിവിഷൻ, അതായത് 1-ാമത്തെ ചാപ്റ്റർ മുതൽ ഇതുവരെ പഠിച്ച ഇക്വിലിബ്രിയം വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് കണ്ണോടിച്ച് റിവൈസ് ചെയ്താൽ ഇതെല്ലാം തലയ്ക്കകത്ത് ഇങ്ങനെ അങ്ങ് ഫീഡ് ആയിക്കൊണ്ടിരിക്കും, പിന്നെ മാഞ്ഞു പോകത്തേ ഇല്ല.
അത് കഴിഞ്ഞിട്ട് നമുക്ക് 22-ന് നമുക്ക് റിഡോക്സ് ചിന്ന ചാപ്റ്റർ ആയതുകൊണ്ട് ഒരു ഡേ തന്നെ ധാരാളമാണ്. ദെൻ ഓർഗാനിക് കുറെ കുട്ടികൾക്ക് ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് ഓർഗാനിക്കിന് അധിക സമയം കൊടുക്കാം. ഓക്കെ, സോ ഓർഗാനിക്കിൽ നമുക്ക് 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് ചാപ്റ്റർ അതായത് സം ബേസിക് ഓർഗാനിക് ഉണ്ടല്ലോ അത് നമുക്ക് 4 പാർട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് പഠിച്ചു തീർക്കാം. അത് കഴിഞ്ഞിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ഒരുപാട് കുട്ടികൾക്ക് ടഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ് ഹൈഡ്രോ കാർബൺസ്. അത് നമുക്ക് 4 പാർട്ട് കൊടുക്കാം. ആ 4 പാർട്ട് കൊണ്ട് നിങ്ങൾ പഠിച്ചു തീർത്താൽ നമ്മുടെ ലാസ്റ്റ് 30-ാം തീയതി ആകുമ്പോൾ അതായത് സെപ്റ്റംബർ 30 ആകുമ്പോൾ നിങ്ങൾ ഫുൾ ടോപ്പിക്സും കെമിസ്ട്രി കംപ്ലീറ്റ് പഠിച്ച് തീർത്തിരിക്കുകയാണ്. സോ ആ ദിവസം നിങ്ങൾക്ക് ആ ലാസ്റ്റ് പഠിച്ച 3 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാം. ഇനിയും നമുക്ക് എക്സാമിനേഷന് വേണ്ടി ഏകദേശം 15ഓളം ദിവസം എക്സ്ട്രാ കിടപ്പുണ്ട്. കാരണം 16-ാം തീയതി ഫ്രൈഡേ ആണ് കെമിസ്ട്രി എക്സാം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോ വറീസ്, കാരണം നമുക്ക് ഇനിയും ഉണ്ട് 15 ദിവസം റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു മാസം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ കെമിസ്ട്രി നമുക്ക് സെറ്റ് ആക്കാം. അപ്പൊ വാട്ട് അബൌട്ട് ഫിസിക്സ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും ഇതാ നമ്മുടെ സ്റ്റഡി പ്ലാൻ റെഡിയാണ്. ഇവിടെ നമുക്ക് അധികം ചാപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് PYQ ഡിസ്കഷൻ ഓരോ ചാപ്റ്റർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കത് വേറൊരു രീതിയിലേക്ക് മോൾഡ് ചെയ്ത് മാറ്റാം. നോക്കിക്കോളൂ, ആദ്യത്തെ 2 ദിവസം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റഡി പ്ലാനിനെ നിങ്ങൾ എന്ത് ചെയ്യുക, കസ്റ്റമൈസ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കേട്ടോ. ഇത് ഞാനൊരു മോഡൽ സ്റ്റഡി പ്ലാൻ പറയുന്നേ ഉള്ളൂ. ദെൻ മോഷൻ സ്ട്രെയിറ്റ് ലൈൻ എനിക്ക് ആക്ച്വലി ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. അതെനിക്ക് പഠിക്കാൻ 1-2 ദിവസം മാക്സിമം മതി. പക്ഷെ ഞാനിവിടെ 3 ദിവസം വിട്ടിട്ടുണ്ട്. എല്ലാവരെയും കണക്കാക്കി, എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ലല്ലോ. ദെൻ അത് കഴിഞ്ഞ് മോഷന്റെ പ്ലെയിനും 3 ദിവസം ഇട്ടിട്ടുണ്ട്. ദെൻ ലോസ് ഓഫ് മോഷനും 3 ദിവസം ഇട്ടിട്ടുണ്ട്. ആ 4 ചാപ്റ്റേഴ്സും കൂടി ചേർത്തിട്ട് അത് കഴിഞ്ഞ് വരുന്ന സെക്കൻഡ് സാറ്റർഡേ നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. അപ്പൊ 4 ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ നടക്കുന്ന ആ ഡേയിൽ തന്നെ നിങ്ങൾ അതിന്റെ PYQ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് സൺഡേ ആണ്. സൺഡേ ഈ ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ്, PYQs, എവറിത്തിങ്. അപ്പൊ ആ ഒരു 2 വീക്സ് കൊണ്ട് നമ്മൾ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് സെറ്റ് ആക്കും. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് ഓൺ എക്സ്ട്രാ ചാപ്റ്റർ. അപ്പൊ 5 ചാപ്റ്ററിന്റെ റിവിഷൻ നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വർക്ക് എനർജി പവർ ആണ് 3 ദിവസം ഞാൻ അലൗ ചെയ്തിട്ടുണ്ട്. ദെൻ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനും 3 ദിവസം നമുക്ക് സ്റ്റഡി ഇട്ടേക്കാം. അത് കഴിഞ്ഞ് ഗ്രാവിറ്റേഷൻ അത്ര വലിയ ചാപ്റ്റർ അല്ലല്ലോ, അപ്പൊ 2 പാർട്ട് മതിയാകും. ആ ദിവസം അതായത് ഗ്രാവിറ്റേഷൻ തീരുന്ന ദിവസം എന്ന് പറയുന്നത് ഒരു ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് PYQ ഉണ്ട്. ഇത്രയും PYQ നമ്മൾ PYQ ഡിസ്കസ് ചെയ്യാത്ത കുറെ ചാപ്റ്റേഴ്സ് ഇല്ലേ, അതിന്റെ എല്ലാം PYQ ഡിസ്കഷൻ കൂടി അന്ന് തന്നെ നമുക്ക് സെറ്റ് ആക്കാം. അത് കഴിഞ്ഞാൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ചിന്ന ചാപ്റ്റർ 1 day is enough. അത് കഴിഞ്ഞ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ബിഗ് ചാപ്റ്റർ, ഇപ്പൊ 3 days ആർ നീഡഡ്. സോ 3 ദിവസം അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഡെറിവേഷൻസ് ഒക്കെ ഒരുപാടുള്ള ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ 3 days അതിന് അത്യാവശ്യമാണ്. ഇനിയെല്ലാം കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഓരോ ദിവസം വീതം അതിന് മതിയാകും. തെർമൽ പ്രോപ്പർട്ടീസിന് ഒരു ഡേ, തെർമോഡൈനാമിക്സിന് ഒരു ഡേ, കെമിക്കൽ തിയറി, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന് ഒരു ഡേ, ഓസിലേഷനും വേവ്സിനും ഓരോ ഡേയ്സ് വെച്ച് അങ്ങനെ 30-ാം തീയതി ആകുമ്പോൾ കംപ്ലീറ്റ്. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു 2 weeks ഓളം സമയം നിങ്ങൾക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം, ഈ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാനും മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ് ചെയ്യാനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ കെമിസ്ട്രിയും ഫിസിക്സിന്റെയും സ്റ്റഡി പ്ലാൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ ഡാം ഷുവർ ആണ് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയോളം മാർക്ക് നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമിനേഷൻ വാങ്ങാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. അതാണല്ലോ നമുക്ക് വേണ്ടത്. ഇനി ഇതിന്റെ ഓരോ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും PYQ ഒക്കെ ആയിട്ട് ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഇംപ്രൂവ്മെന്റ് തീരുന്നത് വരെയും. അപ്പോൾ ഇംപ്രൂവ്മെന്റിന്റെ ഫ്രീ ആയിട്ടുള്ള നിങ്ങൾക്ക് ക്ലാസ്സസ് ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ മക്കളെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങളോടൊപ്പം പഠനത്തിൽ നിന്ന് ഞാനും കൂടെ ഉണ്ടാകും.